പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇതാ കല്യാണം വന്നു നല്ല ബഹളം ഉണ്ടാവില്ല ബാക്ക്ഗ്രൗണ്ടില്. അപ്പൊ ഞാൻ എന്താ കല്യാണ വീട്ടിലാണ്. കല്യാണ വീട്ടിൽ എന്ന് പറയുമ്പോൾ അനിയന്റെ കല്യാണമാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, നമ്മുടെ ഇളയമേടെ എന്നും നിങ്ങൾ കാണുന്ന ഇളയമേടെ മോൻ രാഹുലിന്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണ വീട്ടിലാണ്. ഇപ്പോൾ ഹൽദിക്ക് പോവാണ്. അപ്പൊ ഹൽദിക്ക് പോകുന്നതിന്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു. അപ്പോൾ വായോ നിങ്ങൾ ഞാൻ നമ്മുടെ ഈ ഒരു ഹൽദി ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുന്നു. ഈ കാണുന്ന പുള്ളിക്കാരനാണ്, ആ മഞ്ഞ ഷർട്ടുകാരനാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭക്ഷണത്തിന്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഹൽദിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്വന്തം അനിയനായ രാഹുലിന്റെ വിവാഹ തലേന്നിലെ ചടങ്ങിലേക്കാണ്. നമ്മുടെ തൃശ്ശൂർ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം ഹിന്ദു വീടുകളിലായിരിക്കും മിക്കതും പന്തലിട്ടിട്ടുണ്ടാവുക. അവിടെ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ ചടങ്ങ്. ഇപ്പോഴൊക്കെയാണ് നമ്മൾ ഹൽദി സംഗീതം ഒക്കെ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ചേച്ചിമാർക്കും കൂട്ടുകാർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, അതായത് ചേട്ടന്മാർക്കും വീട്ടുകാർക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു രാഹുലിന്റെ വിവാഹത്തിന് ഇതുപോലൊരു ഹൽദി ഒരുക്കണമെന്ന്. അങ്ങനെ അവനെ കൺവിൻസ് ചെയ്യലായിരുന്നു ഏറ്റവും വലിയ ഒരു പരിപാടി എന്ന് പറയുന്നത്. നാണക്കാരനാണ്. അങ്ങനെ ഞങ്ങൾ ഒപ്പിച്ചു. രാഹുലിന് വേണ്ടിട്ട് ആദ്യം തന്നെ നമുക്ക് വലിയൊരു കയ്യോടിയോട് കൂടിയിട്ട് തുടങ്ങാം. കൊല്ലംപറമ്പിൽ ശിവരാമന്റെയും ഷീബയുടെയും ഏക മകനായ നമ്മുടെ രാഹുലിന്റെ വിവാഹം നാളെയാണ്. അപ്പൊ അതിന്റെ തലേദിവസത്തെ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇളയമേനെ വിളിക്കാം അല്ലെ. ഞങ്ങളൊരു മധുരം കൊടുക്കൽ ചടങ്ങുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ചന്ദനം അണിയിക്കാൻ വേണ്ടിയിട്ടും ഇളയമേനെ ക്ഷണിക്കാം. ഇളയമേടെ നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നന്ദി വേണം വേണ്ടേ? Welcome to my heart. Congratulations and celebrations. When I tell everyone that you're in love with me. Congratulations and jubilations. ചന്ദനം ചാർത്താം, മധുരം കൊടുക്കാം. മധുരം കൊടുക്കണേക്കാളും മുന്നേ ഒരു ചടങ്ങുണ്ട്. മധുരം കൊടുക്കട്ടെ എന്ന് 3 വട്ടം ചോദിക്കും ഇല്ലേ? നമ്മൾ ചോദിക്കില്ലേ? ചോദിക്കും. മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ, കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ശിവരാമന് മധുരം കൊടുക്കാനും അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ചന്ദനം ചാർത്താനും ക്ഷണിച്ചോളുന്നു. ചാർത്തണം, 3 വിരലോട്ട് ഇങ്ങനെ ചാർത്തണം. ഇളയമേനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. എന്നാലും ഞാൻ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് പറയാം. ഇത് ഇവിടെ ഭാഗ്യന്റെ അച്ഛൻ്റെ അനിയന്റെ വൈഫാണ്. അനിയനില്ല, പാപ്പനില്ല. പാപ്പ എന്നാണ് നമ്മൾ വിളിക്കുക. പാപ്പനില്ല, പാപ്പ മരിച്ചു പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ രാഹുല്, ചേച്ചി പ്രിയയുടെ 2 മക്കള്, ഇളയമ, അങ്ങനെ അടങ്ങുന്ന ഒരു ഫാമിലിയാണ്. രാഹുൽ ഗൾഫിലാണ്. അപ്പോൾ ഇത് കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആള് ലീവിൽ വന്നതാണ് കേട്ടോ. അപ്പൊ ഇളയമയാണ് മധുരം കൊടുത്തതും അതുപോലെ തന്നെ 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ആളുടെ വിസമ്മതാണ് കാണുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ മോന്റെ ഈ വിവാഹ ചടങ്ങില് പങ്കെടുത്തതിൽ എല്ലാവരും വന്നതിലല്ല വളരെ സന്തോഷം. ആദ്യം തന്നെ പിന്നെ എന്റെ മോനെ ഇനി വിവാഹ ജീവിതത്തിൽ നല്ലത് വരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഏക സഹോദരി നമ്മുടെ പ്രിയങ്ക. ഇവിടെ പ്രിയങ്ക, പ്രിയങ്ക ഓടി വരൂ. മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ. നല്ല ഓർമ്മ അത് വെച്ച് കഴിഞ്ഞാൽ തല്ലൂടെ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അതെ. പക്ഷെ എന്നാലും ലൈഫില് ഇത്ര നല്ലൊരു അടിയനെ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്. പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ്. മാമനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട? 2 വാക്ക് പറയാണ്ട് പറ്റില്ല. ഞങ്ങളത് കേൾക്കാൻ വേണ്ടിട്ടിരിക്കും.
നമതി ഭ്രമദായിനി പരിമളഗാത്രേ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ പ്രിയേച്ചിയുടെ ഹസ്ബൻഡ് സുമേഷ് ഏട്ടൻ്റെ ചേട്ടനാണ് സുരേഷ് ഏട്ടൻ കേട്ടോ, ഈ വരുന്ന മഞ്ഞ ഷർട്ട് ഇട്ട ചേട്ടൻ. എനിക്ക് ഈ ഫാമിലിയായിട്ട് വളരെ ചെറുപ്പം തൊട്ടുള്ളത്, അതായത് നമ്മുടെ നാട്ടിൽ മണ്ണമ്പേട്ട തൊട്ടടുത്ത വീടാണ് കേട്ടോ സുമേഷ് ഏട്ടൻ്റെയും അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ ഒക്കെ വീട്. സുമേഷ് ഏട്ടൻ ഇപ്പം ഇല്ല, സുമേഷ് ഏട്ടൻ മരിച്ചുപോയി. അപ്പോൾ സുരേഷ് ഏട്ടനായിട്ട് ഭയങ്കര ഒരു ബോണ്ടിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാനൊരു പക്ഷേ ഇളയമേനെ അറിയുന്നേക്കാളൊക്കെ മുന്നേ തൊട്ട് സുരേഷ് ഏട്ടനെ അറിയുന്ന ആ ഒരു കണക്ഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ ഫാമിലി. ചേട്ടൻ ബോംബെയിൽ സെറ്റിൽഡ് ആണ്. ഇപ്പോഴും ചേച്ചീനെ ഒരു സ്വന്തം അനിയത്തിയെ പോലെ ഇങ്ങനെ കൂടെ പിടിച്ച് നിൽക്കുന്ന ഒരു നല്ല ചേട്ടൻ. കൂടുതലൊന്നും പറയാനില്ല. വിജി ചേച്ചി, പിന്നെ നാത്തൂൻ്റെ മോള്, മകൻ്റെ ഭാര്യ, അമ്മ, എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലേശം ഇമോഷണൽ ആയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ, അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വാക്കുകൾ പുറത്തു വരുന്നില്ല. എന്തായാലും നല്ല ഒരു അമ്മയുടെ അച്ഛൻ്റെയും മകൻ, നല്ല ഒരു സഹോദരൻ, നല്ല ഒരു ചെറുപ്പക്കാരൻ, കുറേ നല്ല കൂട്ടുകാരുള്ള ഒരു നല്ല മനുഷ്യൻ രാഹുൽ. ഒരുപാട് പ്രാർത്ഥനകൾ, ആശംസകൾ. ഇത് വളരെ മനോഹരമായും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകട്ടെ. രാഹുലിൻ്റെ അളിയൻ്റെ ചേട്ടനാണ് ഞാൻ. അളിയനില്ല, ജീവിത സാഹചര്യത്തിൽ ഞങ്ങളെയൊക്കെ വിട്ടുപോയി. അപ്പോൾ ആ വിഷമമുണ്ടെങ്കിലും അവരൊന്നും അതറിയാതെ അവൻ നോക്കുന്നത്, അതിൻ്റെ പുണ്യം അവന് കിട്ടും. ഇത്രയും വർഷം പിന്നിട്ടില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, നമ്മുടെ നവവരന് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കണ്ടോ? എന്ത് ചോദിച്ചാലും അന്ന് തന്നെ വാങ്ങി കൊടുക്കരുത്. ഒരാഴ്ച വെയിറ്റ് ചെയ്യുക, അതിനുശേഷം കൊടുക്കുക. എന്ത് തന്നെയായാലും, അത് സ്നേഹമായാലും സാരി ആയാലും സിനിമയ്ക്ക് പോകാനായാലും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാൻ ഇന്ന് തന്നെ കൊടുത്താൽ അതിൻ്റെ വില പോകും. ഇതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സിനിമ മാറിപ്പോവാതെ നോക്കണം കേട്ടോ. ഒരാഴ്ച കഴിയാന്ന് പറയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചക്ക് കാത്തിരുന്ന ഒരു പക്ഷേ സിനിമ മാറിപ്പോകും. സുരേഷ് ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കര ഇമോഷണൽ ആവും. ഇപ്പോഴും ഭയങ്കരമായിട്ട് പ്രിയേച്ചിനെയും രാഹുലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സുമേഷ് ചേട്ടൻ ഇല്ല എന്നുള്ളൊരു കുറവ് ഞങ്ങൾക്ക് ചേട്ടനുള്ള കാരണം കൊണ്ട് തോന്നിയിട്ടില്ല അല്ലേ ചേച്ചി? അപ്പോൾ ചേട്ടനോട് ഞങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് രാഹുലിന്റെ ഭാഗത്തു നിന്നും പ്രിയേച്ചിയുടെ ഭാഗത്തു നിന്നും വലിയൊരു നന്ദി പറയണു. നന്ദിയിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല. മാമന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളോടൊപ്പം കൂടെ നിന്നിട്ടുള്ളതാണ്. 3 മാമന്മാരും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. നമുക്ക് ആർക്കും വലിയൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കുടുംബക്കാരാണ്, നമ്മൾ കൂട്ടുകാരാണ്. അത് കാരണം ഒത്തിരി വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാരണം മാമന്മാരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ്. ചില നിമിഷങ്ങളിലല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നിമിഷമല്ലേ ഇത്. അപ്പൊ വല്യമാമൻ ഇവിടെ ഇല്ല. അതെ, ഞങ്ങളുടെ മാമന്റെ നടുക്കഷ്ണം പോയി. അപ്പൊ ഇതിലൊരു മാമൻ, ഏറ്റവും താഴെയുള്ള മാമനാണ് ഉള്ളത്. അപ്പൊ മാമൻ മധുരം കൊടുക്കട്ടെ അല്ലേ? രാഹുലിന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേർന്നു. എവിടെ ഞങ്ങളുടെ കൂട്ടുകാരെവിടെ? ഇവിടെ
നമ്മുടെ അച്ഛൻ, അതായത് ഭാഗ്യന്റെ അച്ഛന് 12 സഹോദരന്മാരാണുള്ളത്. അവരുടെ മക്കളുടെ മക്കള്, മരുമക്കളൊക്കെ ആയിട്ട് വലിയൊരു ഫാമിലി തന്നെ ഉണ്ട് നമ്മള്. പിന്നെ ഞങ്ങൾ ഇവിടെ പെൺപട കൂടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ആൺകുട്ടികളാണ്. അപ്പൊ അവര് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികളും പിന്നെ ചേച്ചിമാര് ഒരുപാട് പേരൊന്നും കല്യാണം കഴിച്ച് പുറത്തേക്ക് പോയിട്ടില്ല. നമ്മുടെ ഇവിടെ തന്നെ വീട് വെച്ച് താമസിക്കുകയാണ് അമ്മായിയുടെ മക്കളൊക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഏരിയ, നമ്മുടെ വല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് കടന്നാൽ തന്നെ കൊല്ലംപറമ്പന്മാരുടെ ഒരു വലിയൊരു ഏരിയ തന്നെ കാണാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ തന്നെ എല്ലാവരും നമ്മളിങ്ങനെ കൂടി അതൊരു എൻജോയ്മെന്റ് ആണ്. അപ്പൊ ചേച്ചിമാരാണ് ഈ കാണുന്നതൊക്കെ കേട്ടാ. ജനിച്ചപ്പം മുതൽ ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ അനിയനെ ഈ ഒരു സുദിനത്തില് വിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ കുറെ നേരമായി പറയണു, ഞങ്ങള് വിളിക്കണില്ലേ എന്ന്. കണ്ണാ വരൂ കണ്ണാ. വിഷ്ണു മിത്തോട്ടനില്ലേ അവിടെ? അതുകാരുടെ പ്രതിനിധിയായി സ്വർണ്ണനെ ക്ഷണിക്കുന്നു. പ്രതിനിധി അല്ലാട്ടാ, ഏറ്റവും തയ്യുള്ള അനിയനാ ഉണ്ണി മോനേന്ന്. സന്തോഷേട്ടാ. പുലരി മഴ പുഞ്ചൊടിയിൽ പുന്നാരം. രാഹുലിന്റെ കൂടെയുള്ള എല്ലാ നിമിഷങ്ങളും ഞങ്ങൾക്ക് സുന്ദരാണ്. രാഹുല് വരുന്നത് കാത്തിരിക്കുന്ന ചേട്ടന്മാരും അനിയന്മാരാണ് ഞങ്ങളൊക്കെ എപ്പോഴും. പിന്നെ രാഹുലിനെ കുറിച്ച് പറയാനുള്ളൊരു കഥ അത് പറയുന്നില്ല. അത് പറയാൻ പാടില്ല. അതാ അപ്പൊ എന്തായാലും എല്ലാ ഓർമ്മകളും നല്ലതാണ്. ഏത് അത് വേണമെങ്കിൽ പറയാം. രാഹുലിന്റെ ചെറുപ്പത്തിലെ ഓർമ്മ എന്ന് പറഞ്ഞാല് രാഹുൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഷർട്ട് ഇടാണ്ട് ഇറങ്ങിപ്പോവും. ഷർട്ടൊന്നും ഇടില്ലേ, ട്രൗസർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പാപ്പൻ, നമ്മുടെ രാംപാപ്പൻ കലങ്കുമ്മി ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ആള് പറയാണ്, രാഹുൽ ഇങ്ങനെ മെലിഞ്ഞ് എല്ലൊക്കെ പൊന്തി ഇങ്ങനെ നിൽക്കണം. ദൈവം വരുന്നേണ്ട എന്റെ മോൻ അജ്ഞാതജീവി എന്ന് പറയുന്ന രാഹുലാണ് ഇപ്പൊ സുന്ദര കുട്ടവനായിട്ട് ഇരിക്കുന്നത്. സുൽത്താനാണ് ഞങ്ങളുടെ. അപ്പോ അത്ര ഉള്ളോ. രാഹുലിന് സ്വന്തം പ്രയത്നം കൊണ്ട് കുതിച്ചു വരുന്ന ഒരു നക്ഷത്രമാണ് രാഹുല്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, രാഹുലിന്റെ കഥ അറിയാം. അപ്പൊ അത്രയും അവസ്ഥയിൽ നിന്നും സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വരുന്ന രാഹുലിന് എല്ലാവിധ വിവാഹ മംഗള ആശംസകളും നേരുന്നു. ഇനി കനിഷ്കൻ പ്രസംഗിക്കണ ശരിക്കും നമ്മുടെ നേതാവാണ്. ബാല്യത്തിൽ ഓർമ്മകൾ കേൾക്കാനാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഞങ്ങളൊക്കെ ചേച്ചിമാര് വന്നു കയറിയതൊക്കെ അല്ലേ ലക്ഷ്മിയെ? കുറച്ചും കൂടി ബാല്യത്തിൽ ഓർമ്മകൾ നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട്. പക്ഷെ അത് ഞങ്ങളിവിടെ പറയുന്നില്ല. വീടായിട്ട് മാളിച്ച് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ അങ്ങനെ ഒറ്റ വീട്ടില് ജനിച്ച് വളർന്ന് വന്നവരാണ് ഞങ്ങളിങ്ങനെ. ഈ ഇവിടുത്തെ പറമ്പിൽ ഇപ്പോൾ സജന അവിടെ ഇരിക്കുന്നുണ്ട്, പൊന്നപ്പുണ്ട്, അമ്പിളിയുണ്ട്, ഭാഗ്യരാജാട്ടുണ്ട്. അങ്ങനെ മാവിന്റെ ചൂട്ടിലും അവിടെ ഇവിടെയൊക്കെ ഞങ്ങള് കളിച്ച് ചിരിച്ച് അങ്ങനെ കുട്ടിക്കാലം ഇവിടെ വളർന്നതാണ്. ഞങ്ങൾക്ക് ബാല്യം അത്ര തിരിച്ചു പോക്കിനെ കുറിച്ച് ആലോചിക്കാൻ പാകത്തിനോ അത്രയുള്ള മനോഹരമായ ബാല്യമൊന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അറിവ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും പോരാളികളായിട്ട് കടന്നു വന്നവരാണ്. പ്രതിസന്ധികളോട് തരണം ചെയ്ത് തന്നെ കടന്നു വന്നവരാണ്. ഭാഗ്യരായിട്ട് നിൽക്കുന്നുണ്ട്, വിഷ്ണു ഉണ്ട്. വിഷ്ണു ഇപ്പോ സ്വർണ്ണ മിത്തൊക്കെ പുറത്താണ്. നേരത്തെ ഭാഗ്യരാട്ടൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ വരവ് ഒരുമിച്ച് കാണുന്ന, ഞാൻ മിത്തും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വല്ലാണ്ട് കൊതിച്ചിരുന്നു. വിഷ്ണുവിന്റെ കല്യാണം ഞങ്ങൾ വല്ലാതെ ആസ്വദിച്ച ഒരു കല്യാണമായിരുന്നു, വല്ലാതെ ആസ്വദിച്ചൊരു കല്യാണമായിരുന്നു. ഇന്നിപ്പോ രാഹുലിന്റെ കല്യാണത്തിന് ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ ചർച്ചയാണ്. ഇത് ഞങ്ങളുടെ തറവാടിരുന്ന സ്ഥലമാണ്.
ഈ തറവാടിന്റെ മുറ്റത്ത് പന്തലിട്ടിട്ടാണ് ഞങ്ങളുടെ കാരണവന്മാരെല്ലാവരുടെയും കല്യാണം നടന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ രാഹുലിന്റെ കല്യാണത്തിനും അവിചാരിതമായിട്ട് ആകസ്മികമായിട്ടാണ് ഒരു സൗകര്യമുള്ള സ്ഥലം എന്ന രീതിയിൽ ഒരുക്കിയതാണെങ്കിൽ കൂടി വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങിയവരാണ്, ഇവിടെ തന്നെ നിന്നുകൊണ്ടാണ് രാഹുൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത്. രാഹുലും വളരെ ഇപ്പോൾ അവൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒരു അവസാന സമയം തൊട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും ഒരു ജീവിതത്തിന്റെ ഒരു പീക്ക് ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് നിന്ന് പിച്ച വെച്ച് തന്നെയാണ് കുറേ പൊരുതി കുറേയേറെ ത്യാഗം സഹിച്ച് ഒരു ജീവിതത്തിലേക്കാണ് അവൻ കടന്നു വന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, ഒരു വലിയ ഉയരത്തിലാണെന്നൊന്നും ഞങ്ങൾ ആരും അഹങ്കരിക്കണമെന്നില്ല. വലിയ ആ ഒരു ഇതിലാണ്. പക്ഷെ ഞങ്ങൾ ജീവിക്കാൻ അങ്ങേയറ്റം വരെ പൊരുതാൻ തയ്യാറായിട്ട് പുതിയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷെ വിഷ്ണു സംസാരിച്ചില്ലെങ്കിൽ കൂടി വിഷ്ണു ചിരിച്ചാൽ മതി. എല്ലാം എനിക്ക് പറയാണ്ടൊരു കഥ, പക്ഷെ ചേട്ടന്മാരെല്ലാരും കൂടിയിട്ട് പറയാണ്ടിരുന്ന കഥ കാരണം ഞാനും പറയില്ല. എനിക്ക് ക്ഷീണം രാവിലെ ഹാപ്പി മരുന്ന്. എനിക്കിവിടെ ഒന്നും പറയാനില്ല ഇവനെ കുറിച്ച്. പക്ഷെ ഇവനെ ഇവിടെ എത്തിച്ചത് ഞാനാണ്, ഈ ഒരു സന്ദർഭത്തിലേക്ക് എത്തിച്ചത് ഞാനാണ്. അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അനിയനാണ്, അമ്മായിയുടെ മോനല്ല, അനിയൻ, എൻ്റെ സ്വന്തം അനിയനാണ്. ഒരുപാട് ജിതേട്ടന് പറയാനായിരിക്കും. പക്ഷെ ഇതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കഥകളൊക്കെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ വീണ്ടും പറഞ്ഞു ഒരു ആവർത്തന വിശദമാക്കണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് കൂട്ടുകാരെ വിളിക്കാം. കൂട്ടുകാർ ഇപ്പോഴെങ്കിലും ഒന്ന് ശരിയായി നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങളെ ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് ഈ കൂട്ടുകാരുടെ കഥകളാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയത് ഇവന്റെ കോമഡി കഥകളും കാര്യങ്ങളൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒരു ശരിക്കുള്ളൊരു കൂട്ടുകാരനെ കുറിച്ചാണ്. അത് എന്താണ് കൂട്ടുകാരെന്ന് ഒരു ആളുകള് ഇപ്പൊ ചിന്തിക്കില്ലേ? ഇത് എന്താ പറയാ, കൂട്ടുകാരന്റെ ഒരു പര്യായം എന്ന് പറയുന്നത് എനിക്ക് ഇവനാണ്. അതായത് എന്താണ് ഒരു കൂട്ടുകാരനെന്ന് ആഗ്രഹിക്കുന്ന ആളുകള്, അതാണ് ഇവൻ. അത് അതിന്റെ ഒരു അവസാന വാക്കാണ് രാഹുല്. ഞങ്ങൾ ഉണ്ടാകുന്നാണ് വിളിക്കാനെ. അതായത് നല്ല തൂക്കും, നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കും, അങ്ങനെ എല്ലാ തരം കാര്യങ്ങളും ചെയ്യുവാൻ. എന്റെ പേര് അമൃത, ഞാൻ ഗോകുലിന്റെ വൈഫാണ്. വളരെയധികം സാഹസികമായിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് കൂടാൻ വേണ്ടി ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ എത്തിയതുള്ളൂ. അവിടുന്ന് ഉണ്ടയുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ ബ്രദറിന്റെ കല്യാണം എന്ന് പറഞ്ഞോണം പറഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അത്രയും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഉണ്ട. 16-ലാണ് ഉണ്ട ദുബായിലേക്ക് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും ഫ്രീ ആയിട്ട് നിൽക്കണം, ആർക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അപ്പൊ ഉണ്ട വരുമ്പോ ഇവരെല്ലാവരും ഇവിടെ ഫംഗ്ഷന് വന്നിട്ട് ഉണ്ടനെ പരിചയമുണ്ട്. അപ്പൊ ഉണ്ട ദുബായിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ മാത്രമാണ് പരിചയപ്പെടാത്ത ഒരാള്. അപ്പൊ എല്ലാവരും പറഞ്ഞു ഉണ്ടനെ നമുക്ക് ഗ്രൂപ്പിൽ കയറ്റണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരൊന്നും പറ്റില്ല, എനിക്കങ്ങനെ പറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ആൾക്കാർ നേരെ കയറ്റാനൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞുണ്ട പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലൊക്കെ വന്നു. ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടുന്ന ഒരു തൂക്കിയത് അത് വന്നു കയറിയപ്പോ തന്നെ അത് അവിടെ തൊട്ട് പിന്നെ നമ്മുടെ ഒപ്പം ഉണ്ട്. പിന്നെ ഉണ്ടയുടെ കഥകൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഉണ്ട വെള്ളം കുടിച്ചു തുടങ്ങി. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നമാണ്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടയുടെ DIP എന്ന് പറഞ്ഞാൽ ഉണ്ടയുടെ സ്ഥലമാണ് ഞങ്ങൾക്ക്. അപ്പൊ DIPയിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു എന്താ പറയാ ഒരു ഉണ്ടയുടെ സാമ്രാജ്യത്തിലേക്ക് അടങ്ങുന്ന പോലെ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ട്രീറ്റ്. അവന്റെ റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒക്കെ അവിടെ നമ്മള് അവന്റെ ബാക്കിയുള്ള കൂട്ടുകാരായാലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പൊ ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിൽ ഒരു എന്താ പറയാ ആ ഒരു ആടുജീവിതത്തിൽ ഒരു കുളിർക്കാറ്റായിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
എൻ്റെ പേര് സൂരജ് എന്നാണ്. ഇത് എൻ്റെ വൈഫ് യമുന, ഇത് എൻ്റെ മോൻ അദ്വിക്. ഉണ്ടതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഉപദേശങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ നന്നായിട്ട് ഉപദേശിച്ച് വിടാറുണ്ട്. അതൊക്കെ നോക്കി കണ്ട് ആക്കി കഴിഞ്ഞാൽ സൂപ്പറാവും. ഇല്ല അത് പറഞ്ഞ് ശരിയായില്ല. അപ്പോ അത്രേ ഉള്ളൂ. ഉണ്ടാ ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാനിതുപോലെ തന്നെ ദുബായിൽ വെച്ചിട്ട് ഇവിടെ ഗോകുലിന്റെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇവനെ പരിചയപ്പെടുന്നത്. പിന്നെ പേര് വൈശാഖ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദുബായിൽ വന്നത്. ഞങ്ങളെ പിന്നെ കൂടെ ജോയിൻ ചെയ്തത്. അവിടെ തൊട്ടിട്ട് അറിയാം, വളരെ നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്. പറഞ്ഞു മൈക്ക് കിട്ടി കഴിഞ്ഞു. രാഹുല് ദുബായിൽ ഫസ്റ്റ് വന്ന് ആദ്യത്തെ ഒരു 1.5 കൊല്ലല്ലേ, വീക്കെൻഡ് വരും, വന്നിരുന്ന് കരയും. അവനിവിടെ വനമകനാണ്. അവിടെ വന്ന മരുഭൂമിയിൽ വന്നിട്ട് ചൂട്, അമ്മേനെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും ബഹളവും. അവിടെ വർക്ക് ഇതുപോലെ തന്നെ ഭയങ്കര പ്രഷറായിരുന്നു. ഇപ്പൊ അവിടുത്തെ പിള്ളേർക്ക് പ്രഷർ കൊടുക്കുന്നതിലും മെയിൻ ആണ് ഇവൻ. അവിടുത്തെ സൂപ്പർവൈസർ, മെയിൻ മേസ്ത്രിയാണ് ആള്. അപ്പോ അത് ഭയങ്കര ഓർമ്മകളായിരുന്നു. വന്നെ ഐശ്വര്യമായിട്ട് പോലീസൊക്കെ വന്ന് ഞങ്ങളുടെ റൂമിലേക്ക് ഇവൻ കിടന്ന് ബഹളുണ്ടാക്കിട്ട് കച്ചിലും ബഹളൊക്കെ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ നമ്മള് കാണുമ്പോ വന്നിരുന്ന എല്ലാവരും കളിയാക്കുന്ന വെച്ച് കഴിഞ്ഞാലും ഈ ഒരു ലോല ഹൃദയനാണ് ആള്. ഭയങ്കര കരച്ചിലും ബഹളൊക്കെ ആയിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയില്ല കേട്ടോ. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആ കാലൊക്കെ മാറി. ഇപ്പൊ വനമകൻ എന്ന് പറയും. 2 ആഴ്ച കൂടുമ്പോ ജലദോഷം, പനി, ഒരു AC ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ഈ തണുപ്പത്ത് ഇവിടെ ജീവിച്ചിരുന്ന ആള് എന്ന് പറയുമ്പോ നമുക്കൊരു അത്ഭുതമാണ്. എപ്പോഴും 75% ജിത്തുള്ള കാരണം ജിത്ത് ദുബായിലായിരുന്നു, ദുബായ് ആയിരുന്നു, നാട്ടിലും സെറ്റിലായി, നല്ല കാശുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീട്ടില് നാട്ടിലില്ലാണ്ട് തന്നെ നമുക്ക് നടക്കും. പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. ഞാൻ എങ്ങനെ ഇമോഷണൽ ആയിട്ടായാലും എങ്ങനെ ഇത്തിരി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും എനിക്ക് എന്റെ ക്യാരക്ടർ അറിയാം. 1 വർഷമല്ല, ഞാൻ 3 മാസം കൊണ്ട് തിരിച്ചു വരാൻ നിന്ന ആളാണ് ദുബായിൽ നിന്ന്. അത്രമാത്രം പ്രശ്നം ഉണ്ടായിരുന്നു കമ്പനിയിൽ. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് ജോബ്. പിന്നെ എല്ലാവർക്കും നന്ദി. വിഷ്ണു വന്നിട്ടുണ്ട് കല്യാണത്തിന്, സ്വർണ്ണ വന്നിട്ടുണ്ട്, അമ്പാടി ജോലി കളഞ്ഞു വന്നു. അതാണ് മെയിനായിട്ട് എടുത്ത് പറയണത്. ഉമ്മാനി ചാടി വന്നു, അമ്മാമത്തൊക്കെ ഒന്നുണ്ടല്ലേ കല്യാണം കൂടാൻ വേണ്ടി. ചക്കര മിസ് യു. ഞങ്ങളൊരു ഷട്ടിൽ കളിക്കുമ്പോഴേ പകരം ഷട്ടിൽ കളിക്കുമ്പോ ഒരു പന്നിക്കഥ ഉണ്ട്. പക്ഷെ ഞാനിപ്പോ അറിയില്ല. അത് എല്ലാവരും മധുരം കൊടുത്തു. ചടങ്ങ് നല്ല രീതിയിൽ കാലയിൽ സന്ധിക്കും വരെ വണക്കം. നമ്മുടെ ഹൽദി വീഡിയോ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻജോയ് ചെയ്തോന്നൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കണം. ഭക്ഷണത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നാളെ കല്യാണ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ. അപ്പൊ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ.